നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ദുബായിൽ ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരം പുരോഗമിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ 228 റൺസ് ചേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ അനായാസം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഹിറ്റ്മാൻ ടീമിന് കിടിലൻ തുടക്കം കൊടുത്തതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. 36 പന്തിൽ 7 ഫോറുകൾ സഹായത്തോടെ അദ്ദേഹം 41 റൺസ് എടുത്തു. തസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ റിഷാദ് ഹുസൈൻ പിടിച്ച് പുറത്താകുമ്പോഴേക്കും അദ്ദേഹം ഏകദിനത്തിൽ 10,000 റൺസ് എന്ന മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുന്നു. സോ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് ഏകദിനത്തിൽ നേടിയിട്ടുള്ളവരുടെ കണക്കെടുത്താൽ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് നേടുന്ന രണ്ടാമത്തെ താരമാണ് അദ്ദേഹം. ഒന്നാമത് വിരാട് കോഹ്ലിയാണ്. 222 ഇന്നിങ്സിൽ നിന്നാണ് കോഹ്ലി 11,000 ODI റൺസ് നേടിയിരുന്നത്. ഇപ്പോൾ രോഹിത് ശർമ്മ 261 ഇന്നിങ്സിലാണ് ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യക്ക് വേണ്ടി ODIയിൽ 11,000 റൺസിലധികം നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ആകെ 4 പേരെയുള്ളൂ. മഹാരഥന്മാരുടെ ലിസ്റ്റിലേക്ക് രോഹിത് ശർമ്മ ഇടം പിടിച്ചു എന്നർത്ഥം. ഏറ്റവും അധികം റൺസ് നേടിയത് മറ്റാരുമല്ല, സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. 18,426 റൺസാണ് അദ്ദേഹം 452 ODI ഇന്നിങ്സിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. രണ്ടാമത് വിരാട് കോഹ്ലിയാണ്. 13,963 റൺസാണ് ഈ കളി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന. ബാക്കി അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് കംപ്ലീറ്റ് എത്രയാണെന്നോ അപ്പോഴേ പറയാൻ പറ്റൂ. സ്റ്റിൽ അതിങ്ങനെ കൗണ്ടിങ് ആണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. 285 ഇന്നിങ്സിൽ നിന്നായിരുന്നു ആ ഒരു കണക്ക്. ഗാംഗുലി 11,221 ഇന്നിങ്സുകളുമായി 221 റൺസുമായിട്ട് മൂന്നാം സ്ഥാനത്താണ്. 297 ഇന്നിങ്സിൽ നിന്നാണ് ആ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നത്. ഇപ്പോൾ നാലാമത് രോഹിത് ശർമ്മ 11,000 കടന്നിരിക്കുന്നു. 261 ഇന്നിങ്സിലാണ് അത് നേടിയിരിക്കുന്നത്. രോഹിത് ശർമ്മ ജോയിൻസ് ഇൻ ദി എലൈറ്റ് ലിസ്റ്റ്. എന്തായാലും രോഹിത് ആ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തുന്നു. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 20 ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ 102 റൺസുമായിട്ട് ഇപ്പോഴും ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അനായാസം വിജയിക്കുമെന്ന് തന്നെ കരുതാം. നിലവിൽ ശുഭൻ ഗില്ലും വിരാട് കോഹ്ലിയുമാണ് ക്രീസിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.